കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഏശയ്യ 53:7. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈശോയുടെ മൗനത്തെപ്പറ്റി ഇന്ന് നമുക്ക് ധ്യാനിക്കാം. തന്റെ പരസ്യജീവിതത്തിലുടനീളം ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കൗശലങ്ങളെയൊക്കെ തന്റെ വാക്കുകളാൽ നേരിട്ടവനാണ് ഇന്ന് സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ ഏറെ ഉണ്ടായിട്ടും മൗനിയായി മൂകനായി പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നത്. കാരണം ഈശോ അറിഞ്ഞു ഇത് ദൈവഹിത പൂർത്തീകരണത്തിന്റെ സമയമാണെന്ന്. മൗനത്തിലൂടെ അവിടുന്ന് തന്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും കുറ്റാരോപണങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ ഏറെ ഉണ്ടാകും. എന്നാൽ അവിടെ ദൈവഹിത പൂർത്തീകരണത്തിനായി മൗനമായി നിന്നുകൊണ്ട് എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അപരൻ്റെ തിന്മകൾക്ക് മുന്നിലും വാക്കുകൾ കൊണ്ട് ആരെയും ഉറപ്പെടുത്താതെ നമ്മിലെ നന്മയായി തന്നെ സൂക്ഷിച്ചുകൊണ്ട് നിശബ്ദരായി നിൽക്കുന്ന നിമിഷങ്ങളിലാണ് ദൈവം നമ്മിലൂടെ ഈ ഭൂമിയെ സ്പർശിക്കുന്നതെന്ന് നമുക്ക് ഓർക്കാം. ഈ നോൻപ് കാലത്ത് മൗനത്തെ പരിശീലിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.